ഹായ് ഹ്യൂമൻസ്, ഇതെൻ്റെ ഒരു ഓണം വ്ളോഗാണ്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി പോസ്റ്റ് ചെയ്യാൻ. സോ ഞാൻ റെഡിയായി സാരിയൊക്കെ ഉടുത്ത്, സിൽവർ സാരിയൊക്കെ ഉടുത്ത്. പക്ഷേ എനിക്ക് മുല്ലപ്പൂ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിയാക്കി. ഇതാണ് ഔട്ട്ഫിറ്റ്. അത് കഴിഞ്ഞ് അത്തപ്പൂവൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തു വെച്ചിരുന്നു. കാരണം പിന്നെ അതിന് സമയം കിട്ടില്ലല്ലോ, അങ്ങനെ ഓർത്ത്. ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകാം എന്നാണ്. കാരണം എനിക്കിവിടെ ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള തിരക്കൊന്നും ഇല്ലാത്ത ഒരു അമ്പലത്തിൽ പോകണമെന്നാണ് ആഗ്രഹം. സോ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് സജഷനൊക്കെ ചോദിച്ച് ഇവിടെ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല അമ്പലമാണ്, ഫോട്ടോസൊക്കെ കണ്ടിട്ട് കൊള്ളാം. സോ അങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലെത്തി. ഇതാണ് ഫസ്റ്റ് അമ്പലം. ഇതിന് അടുത്ത് തന്നെ, ഈ അമ്പലത്തിനടുത്ത് തന്നെ 3 അമ്പലങ്ങളുണ്ട്. മുഴുവൻ 3 അമ്പലങ്ങളുണ്ട്. ഇതാണ് ആദ്യത്തെ അമ്പലം. എനിക്കിത് കണ്ടപ്പോൾ കേരളത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ടച്ചൊക്കെ ഫീൽ ചെയ്തു. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. കുളത്തിലിങ്ങനെ ആമകളും മീനുകളും ഉള്ളിൽ തന്നെ അവർ വളർത്തുന്നതാണ്. കുറേ വർഷമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ അമ്പലത്തിൽ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് എടുത്തത്. പിന്നെ പുറത്തിറങ്ങി അവിടെയുള്ള കാഴ്ചകളും, അതൊരു കിണറാണ്, ആ നെറ്റ് വിരിച്ചിരിക്കുന്ന ഒരു കിണറാണ്. അതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കുമായിരുന്നു. ദെൻ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് അടുത്ത അമ്പലത്തിൽ, ഈ അമ്പലത്തിന് ഓപ്പോസിറ്റ് തന്നെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വേറൊരു അമ്പലവും കൂടിയുണ്ട്. അങ്ങനെ 3 അമ്പലങ്ങൾ അടുത്താണ്. നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വൃത്തിയാണ്. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല, ചെരുപ്പ് കാറിൽ തന്നെ ഇട്ടിരുന്നു. ചെരുപ്പിടാതെ നമ്മൾ നടന്നു പോയാലോ അങ്ങനെ വൃത്തികേടുകളോ അങ്ങനെ ഒന്നുമില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ പൂക്കളും ഭസ്മത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. ദെൻ ഞാൻ ആ അമ്പലത്തിനുള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അകത്തൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സർപ്പത്തിൻ്റെ കുറേ പ്രതിഷ്ഠകളും പിന്നെ അതിന് സ്റ്റെപ്പ് കയറി പോയാൽ ഒരു അമ്പലവും ഉണ്ട്. കണ്ടോ, വലിയ വാതിലുകളും അതുപോലെ ഭയങ്കര മരങ്ങളും ചെടികളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി തരുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഇതാണ് സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ. 2 സൈഡിലും ഉണ്ട്. പിന്നെ അതിന് മുകളിൽ കൂടി സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വേറൊരു അമ്പലമുണ്ട്, ശിവൻ്റെ പ്രതിഷ്ഠയും. അങ്ങനെ പിന്നെ എനിക്കറിയില്ലാത്ത ഇവിടുത്തെ വിശ്വാസങ്ങളുടെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പ്രതിഷ്ഠയൊക്കെ ഞാൻ കണ്ടു. സ്റ്റെപ്പ് കുറച്ച് കയറാനുണ്ട്. അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് മടി കൂടാതെ ഞാൻ കയറുവാണ്. ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഈ അമ്പലത്തിനകത്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സോ ഞാൻ അകത്തൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള വ്യൂ ആണിത്. അതും ഭയങ്കര ഭംഗിയുണ്ട്, പീസ്ഫുള്ളാണ്. നമുക്ക് ചെരുപ്പൊന്നും ഇടാതെ നടക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. നടന്ന് മടുത്തപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കഴിക്കാൻ വന്നൊരു സ്ഥലമാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. പക്ഷെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതോടെ വ്ളോഗ് അവസാനിപ്പിച്ചു, കാരണം ഞാൻ ഭയങ്കര ടയേർഡായി. രാവിലെ എണീറ്റ് പോയതല്ലേ. സോ താങ്ക് യു സോ മച്ച് എല്ലാവരും കണ്ടതിന്.